പാണക്കാട്ട് തങ്ങന്മാർ ആരാണെന്ന് പഠിപ്പിച്ചാണ് കൊടുത്തത്. അതിൻ്റെ ബഹുമാനം എന്താണ്, ആദരവ് എന്താണ്, എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് ആദരിക്കേണ്ടത് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തത്. ഈ പരിപാടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം വാഫിയെ? ഫുള്ളായിട്ട് ഒന്നുകൂടി കേൾക്കണം. അപ്പോൾ 2 വട്ടം കേട്ട് ഒന്നുകൂടി ഫുള്ളായിട്ട് കേൾക്കണം. എവിടുന്ന് കേൾക്കണം എന്നറിയാം? സലാഹുദ്ദീൻ ഫൈസി ഉസ്താദ് പറഞ്ഞതിൻ്റെ ശേഷം ഉമർ ഫൈസി ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നീലഗിരീൻ്റെ പ്രസംഗം കേൾക്കുക. അത് ഇങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് അത് മാത്രം ഇങ്ങോട്ട് കേട്ടാൽ മതി. എന്താണ് സമസ്ത എന്നും എന്താണ് പാണക്കാട് തങ്ങന്മാരെന്നുള്ളതും എന്താണ് ഓല് തമ്മിലുള്ള ബന്ധം എന്നുള്ളതും ആരാണ് ഔലിയാക്കൾ എന്നുള്ളതും ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. യജ്ജാതി കൂട്ടിയിട്ടാണ്ട് കത്തിച്ചില്ലേ സുഹാബികളെ, അവിടെ പഠിപ്പിച്ചാണ്ട് തന്നില്ലേ. അതാണ് പൈതൃകം എന്താണെന്നുള്ളത് പഠിപ്പിച്ചാണ് തന്നത് ഉമർ ഫൈസി ഉസ്താദ്. ഇവിടെ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു പ്രസംഗം കേട്ടിയില്ല. അല്ലാത്ത ജാതി അപ്പോൾ ഓരോരുത്തർ എന്തൊക്കെ ഗ്രൂപ്പ് കൂടി വിളിച്ചണത്. എന്നാണ് സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ശത്രുക്കൾ കൂടുന്നു പറഞ്ഞത് വെറുതല്ല. എത്ര വരച്ചാണ് കാണിച്ചത്. എന്താണ് ലീഗ് എന്നുള്ളതാണ് വരച്ച് കാണിച്ചു തന്നിട്ടില്ലാണ്. ഇവിടെ അടുത്ത കാലത്ത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ? നമ്മൾ കോൺഗ്രസ്സിലാണ്, നമുക്ക് കമ്മ്യൂണിസ്റ്റ് പറ്റൂല എന്ന് പറയുന്നവർക്ക് പലർക്കും ആരാണ് ലീഗ്, ആര് മുഖ്യമന്ത്രി ആവണം, ആര് മന്ത്രിസഭയിൽ വരണം വരരുത് തീരുമാനിക്കണ ആ തറവാടാണ് പാണക്കാട്ട് തറവാട് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അതവിടെ ആ 2 ചൂണ്ടുവിരലിൻ്റെ ഇടവിരലിൻ്റെ ഇടയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടുന്ന് തീരുമാനിച്ചു. അതേനി നിലപാട്. അത് അതിൻ്റെ പിന്നിലേനി എല്ലാവരും അടിയുറച്ച് നിന്നിട്ടുണ്ട്. ഇനി കോൺഗ്രസ് ഇന്ന് 5ാം മന്ത്രിസ്ഥാനം തരാനും വേണ്ടിയിട്ട് എന്താ പറയുക വർഗീയ തീവ്രത പട്ടം ചാർത്തുമ്പോൾ അന്ന് മന്ത്രിസ്ഥാനം തന്ന ആളുകൾ സ്പീക്കറാനും വേണ്ടി തൊപ്പി കഴിച്ചു വെച്ചെന്ന് പറഞ്ഞു. എന്തൊക്കെ അതിങ്ങോട്ട് കേട്ട ഒരു 2 വട്ടം കേട്ടിക്കാൻ എനിക്ക് ശരിക്കും മനസ്സിലാവും. എല്ലാം ഇങ്ങനെ വരച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവണോ? എനിക്ക് ശരിക്കാണ് മനസ്സിലാവും. ഒറ്റട്ടം കേട്ടാൽ തന്നെ മനസ്സിലാവും. മനസ്സിലായോ? ആണ് പറഞ്ഞത് സ്പീക്കർ സ്ഥാനം കിട്ടാനും വേണ്ടിയിട്ട് തൊപ്പി അയച്ചു വെക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞു എന്ന്. മനസ്സിലായോ എനിക്ക്? എന്നിട്ട് പിന്നെ മന്ത്രിസ്ഥാനം ആരാ കൊടുത്തത്? ഈ പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഒപ്പം കൂടിയതിൻ്റെ ശേഷമാണ് മന്ത്രിസ്ഥാനം കിട്ടിയത്. അപ്പോൾ രാഷ്ട്രീയമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നു. നീ കമ്മ്യൂണിസ്റ്റിക്കും നിൽക്കുക, നീ വലതിൻ്റെ ഒപ്പം നിൽക്കുക, ഇടതിൻ്റെ ഒപ്പം ആക്കെ ഉണ്ടാവും. രാഷ്ട്രീയക്കാരങ്ങനെയാണെന്ന്. ലീഗരോട് ഞങ്ങൾക്ക് എതിർപ്പില്ല. ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയം വളർത്താനും വേണ്ടിയിട്ട് ഓർക്ക് അനുകൂലമുള്ളവരോട് ചേർന്ന് നിൽക്കുന്നത്. പക്ഷേ ഇതിലുള്ള ചില ഇത്തിക്കണ്ണികളുണ്ട് എന്നാണ് പറഞ്ഞത്. അതാരൊക്കെയാണ്? അബ്ദുസമദ് പൂക്കോട്ടൂര്, മറ്റേ നാസർ ഫൈസി കൂടത്തായി, ഓണംപള്ളി, ഇങ്ങനത്തെ സുഹാബികളായ ആളുകളുണ്ടല്ലോ. കുത്തിത്തീർപ്പ് മാത്രം ഉണ്ടാക്കണത്, സമസ്തനെ വിറ്റുകാണ്ട് ലീഗ് വളർത്താൻ ശ്രമിക്കണേ ഓലോടാണ് പറഞ്ഞു കൊടുത്തത് പാണക്കാട്ടെ പൈതൃകം എന്താന്ന് പഠിക്കണമെന്ന്. രാഷ്ട്രീയക്കാർ അന്നും ബാഫക്കി തങ്ങൾക്ക് ബാഫക്കി തങ്ങളെ തെറി വിളിച്ചിട്ടുണ്ട്, അതേമാതിരി പൂക്കോയ തങ്ങളെ തെറി വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിച്ച്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതല്ലേ മൊയ്ൻ അലി തങ്ങളെ തെറി വിളിച്ചത്. ലീഗർ അങ്ങനെയാണ്. ലീഗർക്കെതിരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓൽക്ക് ഒരു തങ്ങളും ഉണ്ടാവില്ല, ഒരു മൂല്യരും ഉണ്ടാവില്ല. ഓല് തുണിൻ്റെ അടിയത്തെ വിളിച്ചു പറയും. അത് രാഷ്ട്രീയമാണ്, ഓല് അങ്ങനെയാണ്. പക്ഷെ അത് കണ്ടുകാണ്ട് പൈതൃകം പഠിപ്പിച്ചാൻ വന്ന അബ്ദുസമദ് പൂക്കോട്ടൂരിനോട് പറഞ്ഞ്, നിങ്ങളല്ലേ പറഞ്ഞിനിത് സാധിക്കത്തില്ല, നിങ്ങളെ തലപ്പത്തുണ്ടാവില്ലെന്ന്, ഇപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് ഞാൻ ചോദിച്ചു. നമ്മൾ ഒരുമിച്ച് പോയിക്കാണ്ട് ചോദിക്കല്ലേ ഇതിലൊരു തീരുമാനം വേണ്ടതെന്ന്. വന്നിട്ടില്ലാതെ പറഞ്ഞ് ഇപ്പം അങ്ങനെ കിടന്ന കരയാണ്. ഗ്രൂപ്പിൽ കൂടി എന്തൊക്കെയാണ് പറയണത്. മറുപടി വെക്കണം. എന്ത് മറുപടി വെക്കണേ? ഇനിയും കിട്ടുന്നല്ലാത്ത അടിച്ച് പദം വരുത്തൂലേ? യജ്ജാതി പരിപാടി ഞാൻ കേൾക്കണം കേട്ടോ. അത് മാത്രം ഉമർ ഫൈസി ഉസ്താദിന് മാത്രം കേട്ടാൽ പോരാ, അവിടുന്ന് കേൾക്കണം. ഏത് സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് കേട്ടിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് ഉമർ ഫൈസിനെ കേട്ടിട്ട് പിന്നെ അവസാനം പ്രസംഗിച്ച ആളുണ്ടല്ലേ നീലഗിരി, ആ ഉസ്താദിൻ്റെ പ്രസംഗം കൂടി ഒന്ന് കേൾക്കണ്ടേ. ഞാൻ സമസ്ത എന്താണ് വരച്ച അടിവരട്ടാണ് ഇങ്ങനെ ഒപ്പിട്ടാണ് പോയിക്കളാണ്. അതിലും വലുതിഞ്ഞ് പറയാനില്ല. യജ്ജാതി പരിപാടി. അതിൻ്റെ വാഫിയെ ഹക്കീം മൗലവിനോട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? മൂപ്പര് വഴി തെറ്റിപ്പോയി, അതാണ് ഞങ്ങളെ എതിർപ്പ്. അല്ല മൂപ്പരോട് ഞങ്ങൾക്ക് എന്ത് എതിർപ്പിടണം? മൂപ്പര് പണ്ഡിതനല്ല എന്നുള്ള വാദമൊന്നുമില്ല. പക്ഷെ വഴി തെറ്റിപ്പോയാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലല്ലോ. ചേകന്നൂർ വഴി തെറ്റിപ്പോയതല്ലേ, ജാമിദ വഴി തെറ്റിപ്പോയതല്ലേ, ഇതിലൊക്കെ ഇസ്ലാമിനല്ലേ ഈ പറയുന്നത്. വഴി തെറ്റിപ്പോയാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ചങ്കരജാതി നമുക്ക് പറ്റൂല. എന്തൊക്കെ എടുത്ത് പറഞ്ഞു തരുമോ? തങ്ങന്മാരെ നമ്മൾ ആദരിക്കണം, ബഹുമാനം. ഏത് തങ്ങന്മാരെ? നബിൻ്റെ എളാപ്പാക്ക് എതിരെ ഖുർആൻ്റെ ആയത്ത് വരെ ഇറങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് നബിൻ്റെ കുടുംബമാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പഠിച്ചവനോട് നമ്മൾ പറഞ്ഞോന്ന് ചോദിച്ചേ ഇല്ല. ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ആരാണ്? സുന്നത്ത് ജമാഅത്തുള്ള തങ്ങന്മാരെയാണ് എന്നാണ് ആ പറഞ്ഞത്. ഇങ്ങനത്തെ മുഷാവറാംഗത്തിന് ഇനി ഇവിടെ കിട്ടണം യജ്ജാതി. അടിപൊളിയാക്കണം, സൂപ്പറായിക്കണം, ഒന്നും കളയല്ല, ഒന്നും വെട്ടി മാറ്റാനുമില്ല, 100% ഓക്കെയാണ്. ആദരിക്കാനും ബഹുമാനിക്കാനും 100 വട്ടം സമസ്ത തയ്യാറാണ്. സുന്നത്ത് ജമാഅത്ത് കൂടെ വേണം. ചങ്കരജാതി നമുക്ക് പറ്റൂല. ഒരു നിലപാട് പറഞ്ഞാൽ അതിൽ അടിയുറച്ച് നിൽക്കണം.
അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലല്ലാന്ന്. ആ ചരിത്രങ്ങൾ മുഴുവൻ പറഞ്ഞു തന്നത് എന്തിനാണ്? എന്താണ് പാണക്കാട്ടെ പൈതൃകം എന്നുള്ളതാണ് മനസ്സിലാക്കി തന്നത്. അതുപോലെ 10-40 മിനിറ്റ് ഉണ്ട് ആ പ്രസംഗം. അത് വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കാൻ പൂതിയായി പോകും. അജ്ജാതി പറച്ചിലല്ലേ പറഞ്ഞേ. കേട്ടിട്ട് ഓടിയിട്ട് നിലവിളിക്കുകയാണ്. ഇപ്പോൾ ഗ്രൂപ്പ് കൂടിയ പരിപാടി വെക്കണം നമുക്ക്. ഉമർ ഫൈസി അങ്ങനെ പറഞ്ഞു. ഉമർ ഫൈസി പറഞ്ഞില്ല എന്താണ് തെറ്റുള്ള ഒന്നുങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. ഒരു തെറ്റുകൾ പൈതൃകം എന്താണെന്നാണ് പഠിപ്പിച്ചു തന്നെ. പാണക്കാട് തങ്ങന്മാരെ കയറ്റിയതാ അല്ല, ആദരിക്കണം ബഹുമാനിക്കണം എന്നാ പറഞ്ഞത്. പക്ഷെ വഹാബിയത്ത് വാദിച്ചാണ്ട് വഹാബികളൊപ്പം കൂടിയാണ്ട് ആ പരിപാടിക്ക് പോകണത് നമുക്ക് സുന്നത്തിയമാത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് അതാണ് നമ്മളും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ തങ്ങന്മാരോട് നമുക്ക് വിരോധമില്ല. രാഷ്ട്രീയക്കാരന്മാര് രാഷ്ട്രീയത്തിന്റെ കൂടെ നിന്നില്ല വിചാരിച്ചാൽ നമ്മളെ സമസ്തന്റെ കൂടെ നിന്നില്ല വിചാരിച്ചാൽ നമ്മളത് പറയില്ല. സുന്നത്തിയമാത്തുണ്ടായാൽ മതി, നമുക്കത്രേ ഉള്ളൂ. നമ്മൾ മറ്റുള്ള തങ്ങന്മാരെ ആദരിക്കണം ബഹുമാനിക്കണവും ഇല്ലേ, അതില്ലാതാവുമ്പോഴാണ്. അപ്പോൾ തങ്ങന്മാരെ ആദരിക്കണവും ബഹുമാനിക്കണവും സമസ്ത പഠിപ്പിച്ചു തന്നതാണ്. 100% സമസ്ത പഠിപ്പിച്ചാണ്. അത് എങ്ങനത്തെ തങ്ങന്മാരെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതില്ല ഞാൻ പറയില്ലേ, പിന്നെ തൊഴിലാളിച്ചിട്ട് കാര്യമുണ്ടോ? നാസർ ഫൈസിക്കും കൊടുത്തിട്ടുണ്ട്, അബ്ദുസമ്മ പൂക്കോട്ടൂരിനും കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊട്ടാര മുഫ്തി ഓണംപള്ളിക്കും കൊടുത്തിട്ടുണ്ട്. നല്ല പള്ള അറച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല. CIC വിഷയം എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞു തന്നത്. നിലപാടെടുക്കണ്ടേ? സമസ്ത എടുത്ത നിലപാടിനോട് ചേർന്ന് നിൽക്കലാണ് പാണക്കാട് പാരമ്പര്യം എന്നാ പറഞ്ഞത്. ഒരു അഖിലും വേണ്ട, ഇവിടെ ഒരു കുകിലും വേണ്ട എന്ന് പറഞ്ഞില്ലേ. ആ പാരമ്പര്യമാണ്, സമസ്തന്റെ കൂടെ നിൽക്കലാണ്. അതിന്റെ അപ്പുറത്തേക്കാണ്ട് പോയിക്കാണെങ്കിൽ പിന്നെ ഒറ്റപ്പെട്ടു പോകും. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്ത് അതിനിപ്പോൾ ലീഗേരനെ എടുത്തുകാണ്ട് പുറത്തേക്ക് ഇടും എന്നുള്ളത്. ഈ തങ്ങൾക്ക് വില ഇല്ല എന്ന് പറഞ്ഞാണ്ട് ലീഗേരനെ വഹാബികളായ ലീഗരെടുത്തുകൊണ്ട് തങ്ങളെടുത്ത് പുറത്തേക്ക് ഇടും. അങ്ങോട്ടാണ് ഈ പോക്ക് എന്ന് വളരെ എന്താ അടിവര ഇട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലായോ? നമ്മളെ തമ്മിൽ തല്ലിച്ചുകാണ്ട് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് ഇടുന്നു തന്നെയാണ് ആര് പറഞ്ഞത്? മുക്കം ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞത്. അതുണ്ടാവരുതെന്ന്. ഇവിടെ രാഷ്ട്രീയ പാർട്ടി, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ സമുദായം നിൽക്കണം എന്ന് പറയുന്നത് സമസ്തയാണ്. സമസ്ത പറയുമ്പോൾ എന്തിനാണ് ആ രാഷ്ട്രീയ പാർട്ടി നിൽക്കുക പറഞ്ഞത്? അതാണ് മറ്റേ ഇതിന്റെ ചരിത്രം പറഞ്ഞത്. നീലഗിരിയും അതേമാതിരി ഉമർ ഫൈസി ഉസ്താദും ഇതിന്റെ ചരിത്രം പറഞ്ഞത് ഖിലാഫത്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പം സമുദായത്തെ മുന്നിൽ കിട്ടുകാണ്ട് എന്താ പറയുക, അങ്ങോട്ടും ബ്രിട്ടീഷുകാരായിട്ട് അടിയുണ്ടായി, ഒരുപാട് ആളുകൾ മരിച്ചു, ഒരുപാട് ആളുകൾ ജയിലിൽ പോയി. ഈ സമയത്ത് പോലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഖിലാഫത്ത് സമരത്തിൽ രാഷ്ട്രീയപരമായിട്ട് നേട്ടമുണ്ടാക്കാനും വേണ്ടി കോൺഗ്രസ്സുകാർ സമുദായത്തെ മുന്നിൽ കിട്ടുകാണ്ട് പിന്നെന്ത് ചെയ്തു? ആ പ്രശ്നങ്ങൾ ഒതുങ്ങിയ സമയത്ത് ഓല് കൈ ഒഴിഞ്ഞ് ഓല് പറഞ്ഞ പോലെ നമ്മൾ അറിയില്ലായിരുന്നു. അപ്പം സമസ്തന്റെ സമ്മേളനം കൂടിയാണ്ട് അന്നത്തെ പണ്ഡിതന്മാർ പ്രമേയം പാസ്സാക്കി. എന്ത് പാസ്സാക്കി? ഈ ചതിയന്മാരെ കൂടാൻ പാടില്ല. അങ്ങനെ തലേന്ന് പേന ഇറങ്ങി പോണ മാതിരി, മരിച്ച മയ്യത്തിന് തലേന്ന് പേന ഇറങ്ങി പോണ മാതിരി എല്ലാവരും കൊണ്ട് മാറ്റി നിർത്തി കോൺഗ്രസിനെന്നാ പറഞ്ഞത്. മനസ്സിലായോ? അന്നാണ് കോൺഗ്രസിനോടൊരു എതിർപ്പുണ്ടായത്. അതിന് ശേഷമാണ് പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ വന്നത്. എത്ര വരച്ച് കാണിക്കേണ്ടി വരും. അതായത് പറഞ്ഞു വരുന്നത് ഇത്ര തന്നെ. സമുദായത്തിൻ്റെ ദീന് വളർത്താനും സുന്നത്ത് ജമാഅത്തും വളർത്താൻ അയക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടി കടന്നു വരികയാണെങ്കിൽ, സമസ്ത ഒരു നിലപാട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് അഡ്രസ്സ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ആ പറഞ്ഞു തന്നത്. അപ്പോൾ കണ്ടു മനസ്സിലാക്കിയൊക്കെ നിൽക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ അഹങ്കരിച്ചാണ്ടും ഓരോ വിജയത്തിൻ്റെ ആഘോഷങ്ങൾ കൊണ്ടാടിയാണ്ട് നിൽക്കുമ്പോൾ പാർട്ടിക്ക് അഡ്രസ്സ് ഇല്ലാതായി പോകും. സമസ്ത ഒരു നിലപാട് പറഞ്ഞാലേ അത് ഇതുവരെ സമസ്ത പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് പറയേണ്ട സാഹചര്യം വരികയാണ്, ദീനിനൊരു ബുദ്ധിമുട്ട് വരികയാണ്, അല്ലെങ്കിൽ സമസ്തക്ക് പ്രവർത്തിക്കാനൊരു ബുദ്ധിമുട്ട് വരികയാണ്, ശരീഅത്തിനൊരു ബുദ്ധിമുട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ ഈ ചങ്കരജാതി തന്നെ നിങ്ങൾ കൊണ്ടുപോകാനാണ് നിങ്ങളെ സംബന്ധമുണ്ടെങ്കിൽ സമസ്ത നിലപാട് പറഞ്ഞാൽ ആ പാർട്ടി നശിച്ചു പോകും എന്ന് തന്നെ വളരെ വ്യക്തമായി അഡ്രസ്സ് ചെയ്ത് വരച്ചുകൊണ്ടാണ് പറഞ്ഞു തന്നത്. ഞാൻ അതിലും അപ്പുറത്തേക്ക് എന്ത് പറയാനാണ്? നിങ്ങൾ എന്ത് മറുപടി വെക്കാൻ? ആ പറഞ്ഞതിന് എന്ത് മറുപടി വെക്കാനുള്ളത് അതൊന്ന് പറഞ്ഞ ജാദ്യം. അതുകൊണ്ട് പറയും എജ്ജാതി അടിച്ചത് അടിച്ച് താഴത്തൊട്ടി പൊട്ടിച്ചില്ല, കൂട്ടിയിട്ട് കത്തിച്ചില്ല ഒന്നായിട്ട്. വല്ലാത്ത ജാതി. ഉമ്മായത്തെ പ്രസംഗം ഇവിടെ അടുത്ത കാലത്തൊന്നും കേട്ടിയില്ല. അതാണ് ഇത് മനസ്സിലാക്കേണ്ട കാര്യം. ലീഗരോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. ഒരു രാഷ്ട്രീയക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടും. ഓൽക്ക് അനുകൂലമുള്ള ഇപ്പോൾ APക്കാരെന്തൊക്കെ എത്ര വിളിച്ചോല് നടന്നിയത് ഇപ്പോൾ തലയിൽ വെച്ച് കിടക്കണേ. APക്കാർ തലയിൽ വെച്ച് കിടക്കണേ. ആ രാഷ്ട്രീയമാണ്. അത് അങ്ങോട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളെ കൂടുതൽ നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്താണ് സമസ്തയാണെന്ന് പറഞ്ഞു കിടക്കുന്ന ചില സ്വഹാബികളുണ്ടല്ലോ. ഏത് കമ്മ്യൂണിസ്റ്റ് നരകാണ്, LDFന്റെ ഒപ്പം കൂടിയ നരകം കിട്ടുമെന്ന് പറഞ്ഞ് കിടക്കണോല്. ചരിത്രം മറന്നപ്പോൾ അതെന്താണ് മനസ്സിലാക്കി കൊടുത്തത്. പൈതൃകം പറഞ്ഞപ്പോൾ ഓൽക്കാണ് ആ പൈതൃകം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുത്തത്.
അതാണ് മനസ്സിലാക്കാൻ അഞ്ഞും കുറേ ഉണ്ട് നിങ്ങൾക്ക്. മനസ്സിലായോ? ഉമർ ഫൈസി ഉസ്താദിൻ്റെ ഒന്ന് സ്ലോ മോഷനിൽ ഒന്ന് കേട്ട് നോക്കിയാണെങ്കിൽ ശരിക്കാണ് മനസ്സിലാവും എന്തൊക്കെയാണ് ആ വരികളിൽ പറഞ്ഞതെന്നുള്ളത്. ഒന്നും ഒഴിവാക്കാനില്ല. സമത് പൂക്കോട്ടൂരിനോട് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കണ്ടി കേട്ടോ. എൻ്റെ ചങ്കാണല്ലോ, ഞാൻ ചോദിച്ചു നോക്കണ്ടി. ആ പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? സ്വാദിഖ് അലി തങ്ങൾ നോണ അറിഞ്ഞതാണോ അതോ മറ്റേ അബ്ദുസമു പൂക്കോട്ടൂർ നോണ അറിഞ്ഞതാണോ എന്നൊന്ന് ചോദിച്ചു നോക്കണ്ടി. വാഫി വിഷയത്തിൽ ഈ നിലപാട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. ഓക്കെ.